സ്കൂളും കോളേജും ഒക്കെ തുറക്കുമ്പോഴുള്ള വലിയ ആഹ്ലാദത്തിൻ്റെ ഇടയിൽ ചെറിയ ശതമാനം കുട്ടികൾക്ക് ചില പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. അതായത് മാസമുറ ആ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ പോലും പോകാൻ പറ്റാത്തത്രയ്ക്ക് വയറുവേദന ഉണ്ടാവാറുണ്ട്. ഇതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇത്. മാസക്കുളി വരുന്നതിന് തൊട്ട് മുമ്പായിട്ടോ ആ സമയത്തോ ആയിട്ടോ അതികഠിനമായ വേദന വരുന്നതിന് പ്രൈമറി ഡിസ്മെനോറിയ എന്നാണ് പറയുക. അതായത് ഒരു കാരണവും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും വേദന വരിക. വേറൊരു കൂട്ടർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഈ വേദന വരും. അതിന് സെക്കൻഡറി ഡിസ്മെനോറിയ എന്ന് പറയും. അത് കാരണം വേദനയായിട്ടൊരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഒരു സ്കാൻ എടുക്കും. എന്നിട്ട് ഏതെങ്കിലും കാരണം കൊണ്ട് രോഗം വന്നതാണോ അതോ ഒരു കാരണമില്ലാതെ വന്നതാണോ എന്ന് കണ്ടുപിടിക്കും. പ്രൈമറി ഡിസ്മെനോറിയയ്ക്ക് കാര്യമായിട്ടുള്ളൊരു കാരണം പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കൂടുതലായി വരുന്നതാണ്. അത് യൂട്രസിനെ കോൺട്രാക്റ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അത് കോൺട്രാക്ഷൻ പെൺകുട്ടികൾക്ക് വേദന ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിനെ തടുക്കാനുള്ള മരുന്നുകളാണ് ഏറ്റവും ആദ്യം നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യുക. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ കുറയ്ക്കാനുള്ള ഗുളികകൾ പെയിൻ കില്ലറാണെന്നാണ് എല്ലാവരുടെയും ഒരു അനുമാനം. പെയിൻ കില്ലർ ആണെങ്കിലും അത് ശരീരത്തിന് യാതൊരു ദോഷവും കാര്യമായിട്ട് ചെയ്യില്ല. ഓവറായിട്ട് കഴിക്കരുത്. പറഞ്ഞ ഡോസിന് ആ ദിവസങ്ങളിൽ മാത്രമോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ മുതലോ കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ധൈര്യമായിട്ട് കഴിക്കാവുന്നതാണ്. ഈ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ലീവ് എടുക്കുന്നതിന് പകരം ഈ ഗുളിക കഴിച്ച് രോഗം മാറ്റുന്നതാണ് നല്ലത്. പ്രോസ്റ്റാഗ്ലാൻഡിൻ തടുക്കുന്ന ഗുളികകൾക്ക് അപ്പുറം ഛർദി, ഹോസ്പിറ്റലിൽ പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യേണ്ടി വരിക, വേദന കാരണം, ഇങ്ങനെയൊക്കെയുള്ളവർക്ക് ചിലപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കേണ്ടി വരും. അത് മാസമുറയെ റെഗുലറാക്കുന്നതും വേദന കുറയ്ക്കുന്നതായ ഗർഭനിരോധന ഗുളികകളാണ്. അതും പല പേഷ്യൻസിനും അയ്യോ എൻ്റെ കുട്ടി ചെറിയ കുട്ടിയാണ്, അതിനെന്തിനെ ഗർഭനിരോധന ഗുളികയൊക്കെ കൊടുക്കണത് എന്ന് ചോദിക്കും. പക്ഷേ ഇത് നമ്മൾ പറയുന്ന കറക്റ്റ് ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു സൈഡ് ഇഫക്റ്റും ഉണ്ടാവില്ല. വളരെ ചെറിയ തോതിലുള്ള ഈസ്ട്രജൻ അടങ്ങുന്ന ഗുളികകൾ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. അപ്പോൾ അത് കൊടുത്തിട്ട് വേദന ഇല്ലാതിരിക്കുന്നതാണ് ശരി. അല്ലാതെ സൈഡ് ഇഫക്റ്റിനെ പേടിച്ചിട്ട് വേദനയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ശരി. ഇതിനെല്ലാം അപ്പുറം പഠനങ്ങളിൽ തെളിഞ്ഞിരിക്കുന്ന കാര്യം, ഒരുപാട് സ്വീറ്റ്സ് കഴിക്കുക, കോള കഴിക്കുക, ഒരുപാട് വറുത്ത സാധനങ്ങൾ കഴിക്കുക, ഈ ഫാസ്റ്റ് ഫുഡ് കൾച്ചർ, ഇതെല്ലാം കഴിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം വേദനകൾ കൂടുതലാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചർ അവർക്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി പിടിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കുക, വെജിറ്റബിൾസ് കഴിക്കുക, ഷുഗർ കുറച്ചിട്ട് പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക, പാലുൽപ്പന്നങ്ങൾ, മോര്, ഫ്രൂട്ട്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുക. ഫിഷ്, നല്ല ഫിഷ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ടാവും. അങ്ങനെ കുറച്ചൊരു വീഗൻ ഡയറ്റിലേക്ക് മാറിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതും ഇത്തരം വേദനകൾക്ക് ഒരു ശമനം കിട്ടാൻ സഹായിച്ചേക്കും എന്ന് പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ മാസമുറയ്ക്ക് മുമ്പ് വേദന വരുന്നുണ്ടെങ്കിൽ അത് സഹിക്കേണ്ട കാര്യമില്ല. PG ആൻറ്റഗോണിസ്റ്റോ OC പിൽസോ ഭക്ഷണ ക്രമീകരണങ്ങളോ എല്ലാം ചെയ്തുകൊണ്ട് ഇതിനെ തരണം ചെയ്യാവുന്നതാണ്. കൂടാതെ വേറെ വല്ല രോഗങ്ങളും ഉണ്ടോ എന്നുള്ളത് റൂൾ ഔട്ട് ചെയ്യാനായിട്ട് സ്കാൻ ചെയ്യേണ്ടതും ആണ്. നന്ദി, നമസ്കാരം.